താത്താടെ വീട്ടിലെ 2 ദിവസത്തെ വിരുന്ന് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പോകുന്നത് ഉമ്മാടെ വീട്ടിലേക്കാണ് കേട്ടോ. ഈ വെക്കേഷന് ഉമ്മയുടെ അടുത്ത് നിൽക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് ഇന്ന് ഞാനും കുട്ടികളും തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ച് പോകാം, ഉച്ചയ്ക്ക് വരാനായിട്ടാണ് പറഞ്ഞത്. ഇതാണ് കേട്ടോ ഉമ്മ താമസിക്കുന്ന ഫ്ലാറ്റ്. അങ്ങനെ ഉച്ചയ്ക്ക് ചെല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ 4 മണിയായി. ഉമ്മ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ താമസിക്കുന്നത്, സ്റ്റെപ്സൊക്കെ കയറണം. അപ്പോൾ ഇതാണ് അമ്മ താമസിക്കുന്ന ഫ്ലാറ്റ്. ഇതെൻ്റെ ഉപ്പയാണ്. ഉപ്പ പാവം വിശന്ന് വലഞ്ഞ് ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ നേരെ ചെന്നത് അടുക്കളയിലേക്കാണ്. നമ്മൾ നേരെ ചെന്ന് ഉമ്മയുടെ പ്രിപ്പറേഷൻസ്, എൻ്റെ ഉമ്മയായതുകൊണ്ട് പറയല്ല കേട്ടോ, ആ ഒരു പഴഞ്ചൻ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജിലുള്ളവർക്കൊന്നും ആ സ്വാദൊന്നും കിട്ടില്ല. അപ്പോൾ ഉമ്മ അങ്ങനെ പപ്പായ ഉപ്പേരിയും പിന്നെ അയിലക്കറിയാണ് കേട്ടോ അമ്മ വെച്ചത്. അപ്പോൾ ഞാനിങ്ങനെ അയിലക്കറിയൊക്കെ ഒന്നിങ്ങനെ ഇളക്കി നോക്കി. എന്തായാലും ടെക്സ്ചർ എന്നും വെക്കുന്ന പോലെയല്ല, എന്തോ ഒരു വ്യത്യാസമുണ്ട്. എനിവേ പ്രായമായില്ലേന്ന് കരുതി ഒന്നും പറഞ്ഞില്ല. മിക്കവാറും ഫുഡിന് എന്തെങ്കിലും പറയുന്നത് ഞാനായിരിക്കും. നന്നായിട്ടില്ല, ഇത്തിരി ഉപ്പ് കൂടി, പുളി കൂടി എന്നൊക്കെ ഞാനാണ് കേട്ടോ അമ്മയുടെ അടുത്ത് കൂടുതലായിട്ട് പറയാം. അമ്മ അത് പറയാറുണ്ട്. ഇപ്പം എൻ്റെ മക്കൾ പറയുമ്പോഴാണ് ശരിക്കും ഞാനത് റിയലൈസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഉമ്മയെ പറയുമ്പോൾ നമ്മുടെ മക്കൾ പറയുമ്പോഴാണ് നമുക്കതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ഉമ്മ എന്ത് വെച്ചാലും ഞാനൊന്നും പറയാറില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയ പപ്പടമൊക്കെ ഉമ്മ പൊരിക്കുന്ന സമയമായപ്പോഴേക്കും വെച്ചപാടെ എടുത്ത് ടേബിളിൽ വെച്ചു കേട്ടോ. സമയമായി 4-4:30 മണിയായി. സോ ഞങ്ങളത് വേറെ പാത്രത്തിലൊന്നും സെർവ് ചെയ്യാനായിട്ട് എടുത്തില്ല. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ എന്തിനാലും ഇങ്ങനെ ഫോർമാലിറ്റീസ്. അപ്പം നമ്മളങ്ങനെ ഫോർമാലിറ്റീസിനായിട്ട് തന്നെ നമ്മൾ ടേബിളിലൊന്നും ഇരുന്നില്ല കേട്ടോ. എനിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ എടുത്ത് എല്ലാവരും ടേബിളിൽ ഇരിക്കുമ്പോൾ അങ്ങനെ നിലത്തിരുന്ന് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. മീൻകറി ആക്ച്വലി ഇഷ്ടമല്ല, എനിവേ ഉമ്മ ഉണ്ടാക്കിയതല്ലേ, എന്നാലും കഴിക്കാം. അപ്പോൾ എന്താ ഉമ്മയെ കാണിച്ചില്ല എന്ന് വിചാരിക്കേണ്ട, ഉമ്മ പാചകമൊക്കെ ചെയ്തിട്ട് അവശയായി നിൽക്കുകയായിരുന്നു. എന്തായാലും ഉമ്മയെ സുന്ദരിയാക്കിയിട്ട് ഉമ്മയുടെ പാചകം കൊണ്ട് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഉമ്മയുടെ വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉമ്മയുടെ ഈ ഡിഷസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബായ്, അസ്സലാമു അലൈക്കും.